മാനസമൈനാ സിദ്ധാർത്ഥൻ എവിടെ പോയിരുന്നു? ഞാൻ കിടന്നപ്പോ ഉറക്കം വന്നില്ല, വെറുതെ ബാൽക്കണി പോയിരുന്നു. വിളിച്ചിരുന്നെങ്കിൽ ഞാനും വന്നേനെ കൂട്ടിന്. ലൈറ്റ് അടച്ചേക്കട്ടെ? ആ എന്റെ അമ്മേ, എനിക്ക് വയ്യേ. ഇതിപ്പോ ആരോടാ ഒന്ന് പറഞ്ഞ് ചിരിക്കുക? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ കായല്ലോ ഇപ്പൊ ഇത്. പോലീസ് ജീപ്പിലേറിയവനെ ആശുപത്രി കിടക്കയിലാക്കുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ സ്ട്രക്ചർ ലേറ്റ് നടത്തുന്നതും ഭവാൻ. നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇയാളൊരു കണ്ണീച്ചോര ഇല്ലാത്തവനാണല്ലോന്ന്. അതേടി, അരവിന്ദാക്ഷന് ശത്രുവിന്റെ മുമ്പിൽ കണ്ണിച്ചോരയില്ല. ശത്രു മാളികപ്പുറത്ത് കയറി നിൽക്കുമ്പോ തൊഴുതു വണങ്ങി നിന്നിരിക്കും അരവിന്ദാക്ഷൻ. അവിടുന്ന് ഒന്ന് വീണ് കിട്ടേണ്ട താമസമേ ഉള്ളൂ. അയാളുടെ തലയിൽ ആദ്യം ചവിട്ടുന്ന കാല് അരവിന്ദാക്ഷന്റെ ആയിരിക്കോടി. നിലത്തിട്ട് ചവിട്ടി തേക്കും അരവിന്ദാക്ഷൻ. പിന്നെ അത് പറിച്ചെടുത്ത് ചൊവരലൊട്ടിക്കും. ഒടുവിൽ അത് വലിച്ചു കീറി കൊട്ടയിലെറിയും. നീ എന്ന് പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് എന്തേലും ഒരു പ്രശ്നമുണ്ടായാൽ ഏത് ഫോണിൽ നിന്നും കുത്തി വിളിക്കാവുന്ന ഒരു ഡബ്ല്യുവിന്റെ കാര്യം? കുത്തി വിളിക്കടി നിന്റെ ഡബ്ല്യു. അരവിന്ദാക്ഷം ഒന്ന് കാണട്ടടി. ഓ, ഞാനതങ്ങ് മറന്നു. കൈയൊന്നും അനക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വിളിച്ചു തരണോ മോക്ക്? ആ, വിളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും കൂടെ കാര്യം ഒരുമിച്ച് അങ്ങ് പറയാമല്ലോ. അന്ന് നീ വന്നപ്പോ കണ്ടില്ലേ ഞങ്ങളുടെ വീട്ടിലെ സെർവന്റ് ദേവയാനി? അവളെ ഞങ്ങൾ അങ്ങ് പറഞ്ഞു വിടുക. 3-4 പേരുള്ള ഒരു കൊച്ചു വീട്ടിലെന്തിനാ സെർവന്റ്? ദേവയാനിയെ പറഞ്ഞു വിട്ടിട്ട് ആ പോസ്റ്റിലേക്ക് അമ്പിയക്ക് പ്രൊമോഷൻ കൊടുക്കാനാ ആലോചന. മോക്ക് ഇതിന്റെ അഭിപ്രായം വല്ലതും ഉണ്ടോ? ഉണ്ടേ ഇപ്പൊ പറയണം. ഇവിടെ അതിവേഗം ബഹുദൂരമാ കാര്യങ്ങള്. പിന്നെ ആ നരുന്ത് കൊച്ച് കാക്കയ്ക്കും പരുന്തിനും ഒന്നും പോകാതെ വളരുകയാണെങ്കിൽ അതൊരു മുതൽക്കൂട്ട. നീ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്ന എന്തുവാന്ന് ഞാൻ പറയട്ടെ. ഇവിടുന്ന് ഇറങ്ങുന്ന ദിവസം ഇയാളെ ഒടിച്ചു മടക്കി പെട്ടിയിലാക്കാമെന്നല്ലേ? പക്ഷെ നിനക്ക് തെറ്റി സുഷമേ. ഞാൻ നിനക്കൊരു പണി തരാനിരുന്നതാ. അതിനിടെ വേറൊരുത്തൻ ചാടിക്കേറി നിനക്കിട്ട് പണിതു. അത് നേരെ ചൊവ്വേ പണി അറിയാത്തവനായിപ്പോയി. ഇത് നിനക്കൊരു പാഠമാ. സ്വയം നന്നാവാനും സ്വന്തം കാര്യം നോക്കി ജീവിക്കാനും കിട്ടിയ ഒരവസരം. അരവിന്ദാക്ഷന്റെ കുടുംബത്തിന്റെ മുതുകത്ത് കയറി മാടം കെട്ടാൻ ഇനി ആലോചിക്കുന്ന നിമിഷം നീ വെറും പുകയാ സുഷമേ. പുക, വെറും പുക. സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യന്റിനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ സിസ്റ്റർ ദേവി, ഇത് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യന്റ് അല്ലാത്തവരെ ഒന്ന് കാണിച്ചു തരാമോ? എനിക്കൊന്ന് സംസാരിക്കാനാ. താനൊന്ന് ഇറങ്ങി പോകാൻ നോക്ക്. അതോ ഞാൻ സെക്യൂരിറ്റി സ്റ്റാഫിനെ വിളിക്കണോ? സിസ്റ്റർ വെറുതെ ചൂടാവണ്ട. BP കൂടിയാ ഇവിടെ തന്നെ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഞാൻ അങ്ങ് പോയേക്കാം.
അപ്പൊ മോള് കെട മാമനങ്ങ് പോട്ടെ. അവളുടെ നീല ഫ്രാക്കും തൊപ്പിയും ഇന്ന് ഞാൻ എടുത്തോളാം വഴി. ആ നമസ്കാരം. തന്നെയാണോ വിളിച്ചത്? അരവിന്ദാക്ഷ തന്നെയാണോ വിളിച്ചത്? തനിക്കെന്താ കാത് കേട്ടൂടെ? ഓ, കാതിന് ഇത്തിരി കേൾവിക്കുറവുണ്ട് സാറേ. അത് ടെസ്റ്റ് ചെയ്യാനാ ആശുപത്രി വന്നത്. കാതിന് മാത്രമല്ല, തന്റെ സകല പാർട്സും സർവീസിന് കൊടുക്കേണ്ട പരുവത്തിലാക്കി കളയും ഞാൻ. ധിക്കാരം പറഞ്ഞോ? ടിപ്പർ കയറി ഇറങ്ങി ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ടോ താൻ? ഈ മുഖമൊക്കെ പിന്നെയും ചളിങ്ങിയാലേ മഹാവൃത്തികട അരവിന്ദാക്ഷ. എടുക്കടാ മോനെ തമ്പി. കുതിര പാഞ്ഞു കയറുന്നത് പോലെ നീ ഒരുപാട് പേരുടെ മുതുകത്ത് കയറുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മോനെ, ആരുടെ കുത്തിനു പിടിക്കാനും കോളർ കൂട്ടിപ്പിടിക്കാനുമുള്ള ലൈസൻസ് അല്ല കാക്കി യൂണിഫോം. അത് വാങ്ങാനുള്ള ചെല്ലും ചെലവിനും മാത്രമല്ല, കഞ്ഞിപ്പശ മുക്കാനും ഇസ്ത്രീയിട്ട് മിനിക്കാനും വരെയുള്ള പണം മുടക്കുന്നത് പൊതുജനമാ. ഏത് വകുപ്പിലാന്നറിയാമോ? ടാക്സ്. കുടിക്കുന്ന വെള്ളത്തിനും ശ്വസിക്കുന്ന വായുവിനും വരെ സർക്കാർ ടാക്സ് അടപ്പിക്കുമ്പോ അതിൽ നിന്ന് നല്ലൊരു പങ്ക് നിങ്ങളുടെ ശമ്പളത്തിനും പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ റോഡ് ടാക്സും ഇൻകം ടാക്സും ഒക്കെയായി നല്ലൊരു തുക സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഞങ്ങൾ പണക്കാരെ നിങ്ങൾ VVIP ആയി കാണണം. ചുക്കിനും ചുണ്ണാമ്പിനും വിലയില്ലാത്ത മന്ത്രിമാരുടെ പിന്നാലെ ഓടുന്നതിന് പകരമേ അടിക്കണം തമ്പി. 10 തൊട്ടുള്ളവർക്ക് ഓരോ സല്യൂട്ട് അടിച്ച് തരാടൊക്കെ. അത് വേണ്ട, നിനക്ക് കളിക്കാൻ പറ്റുന്നൊരു പരിധിയുണ്ട്. അതിനപ്പുറം കടന്നാലേ പണി പാളും. നീ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? സ്റ്റേഷനിൽ നിന്റെ ഇടിക്കും ചവിട്ടിനും ഒക്കെ ആർപ്പ് വിളിച്ചും വിസിലടിച്ചും പ്രോത്സാഹിപ്പിക്കുന്ന പോലീസുകാരല്ല അവര്. നീ എന്റെ ദേഹത്തൊന്ന് തൊട്ട് കിട്ടിയാ മതി, അവരെ സാക്ഷിയാക്കി ഒരു കടലാസ് എഴുതി കൊടുക്കും ഞാൻ മനുഷ്യാവകാശ കമ്മീഷന്. പിന്നെ കമ്മീഷൻ സിറ്റിങ്ങിന് നടന്ന് നിന്റെ ജീവിതം തോലയും തമ്പി. ടിപ്പർ ലോറിക്കും പച്ചിരുമ്പിനും ഒന്നും പോലീസുകാരെന്ന പക്ഷഭേദമില്ലെന്നേ. നീ ആ സുഷമയുടെ കിടപ്പ് കണ്ടിട്ടെങ്കിലും പഠിക്കേണ്ടതായിരുന്നു തമ്പി. അവളെ കണ്ടിട്ട് വരിക ഞാനിപ്പോ. അവളങ്ങനെ കിടക്കുന്നേ കണ്ടപ്പോ സത്യമായിട്ടും എനിക്ക് സങ്കടം തോന്നി. എന്താന്നറിയുവോ? അവളെ അങ്ങനെ കിടത്തിയത് മറ്റൊരാളായി പോയല്ലോ എന്നുള്ള സങ്കടം. ആ, സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടെ ഫ്രീ അല്ലയോ? ഹോസ്പിറ്റലാണ്, ബെഡ് ഒഴിവുണ്ട്. ഇനി ഇയാളും ചീത്ത പറയാൻ വന്നേണോ? അയാളോട് വന്നിരുന്നോ അരവിന്ദാക്ഷൻ? ആ ചുമന്ന ജുബയുടെ കാരണവരല്ലേ? അതെ. അയാൾ ഇവിടെ വന്ന് മാഡത്തെ കുറെ ചീത്ത വിളിച്ചിട്ട് പോയി. കൊല്ലൂന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അയാൾക്കുള്ള ഞാൻ കൊടുത്തോളാം. മാഡത്തിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഭേദമായി വരുന്നുണ്ട്. സംസാരിക്കാറൊന്നും ആയിട്ടില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരല്പസമയം പുറത്തേക്കോ? പേഴ്സണലായി ചിലത് സംസാരിക്കാനുണ്ട്. സാറിനുണ്ടായ ആക്സിഡന്റിലെ പ്രതിയെ നമുക്ക് കിട്ടി. പക്ഷേ ആ അപകടത്തോടെ നമ്മുടെ ശത്രുനിര കൂടുതൽ സ്ട്രോങ് ആയിരിക്കണം സാർ. രാജശേഖരൻ മുത്തച്ഛന് പാത്താണെങ്കിലും ഉടനെ ജാമ്യത്തിലിറങ്ങാനാണ് സാധ്യത. എത്ര കണ്ട് സത്യമാണെന്ന് അറിയില്ല. അർജുനന് ഉടനെ ജാമ്യം കിട്ടുമെന്ന് അറിയുന്നു. ഇപ്പോൾ അരവിന്ദാക്ഷനുമായി അവർ അത്ര രസത്തിലല്ലെങ്കിലും അവർ തമ്മിൽ യോജിക്കാനുള്ള സാധ്യത അത്ര വിദൂരമല്ല സാർ. അംബികയുടെ കാര്യം വീണ്ടും കഷ്ടത്തിലാവും തോന്നുന്നു സാർ. ഇതൊന്നും ഒഫീഷ്യൽ അല്ല സാർ. സാർ ഇത്രയും താല്പര്യമെടുത്ത കേസായതുകൊണ്ട് വിവരങ്ങൾ അറിയിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ പോയിട്ട് പിന്നീട് വരാം സാർ. സിദ്ധാർത്ഥന്റെ വർക്ക്ഷോപ്പ് വീണ്ടും തുറന്നല്ലേ? പഴയ രീതിയിൽ വിപുലമായിട്ടൊന്നുമല്ല. കുറച്ചുനാൾ ഞാൻ മാറി നിന്നപ്പോ സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന പണിയൊക്കെ പോയി. അക്കൂട്ടത്തിലെ കുറെ ജോലിക്കാരും പോയി. ഒന്നിന്ന് തന്നെ വീണ്ടും തുടങ്ങേണ്ട അവസ്ഥയായിപ്പോ. കുറെ പണം വീണ്ടും മുടക്കേണ്ടി വന്നു അല്ലേ? കുറെ പണം കൂട്ടുകാർ തന്നെ സഹായിച്ചു. പലിശക്കെടുത്തതുകൊണ്ട്. ഞാൻ
ഇപ്പോ കുറച്ച് വർക്കൊക്കെ കിട്ടി തുടങ്ങി. ഇനിയിപ്പോ മൊത്തത്തിലൊന്ന് സെറ്റിൽഡ് ആവണമെന്നുണ്ട്. ചെറിയൊരു വീട് നോക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു കുടുംബത്തിന് ധാരാളമാ. അതൊന്നും വേണ്ട. എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടല്ലോ. ഭാര്യ വീട്ടിലെങ്ങനെ സ്ഥിരമായി താമസിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്റെ അഭിപ്രായം അത് തന്നെയാ. എല്ലാവരുടെയും ഒന്നും അഭിപ്രായം അങ്ങനെയല്ല. അത് മാത്രമല്ല, ആദ്യം സിദ്ധാർത്ഥൻ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകും. അതിനുശേഷം നമുക്ക് വീട് മാറുന്നതിനെ പറ്റി ആലോചിക്കാം. പിന്നെ ഇവിടെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ സിദ്ധാർത്ഥന്? സിദ്ധാർത്ഥ് കഴിക്കേ. സിദ്ധാർത്ഥ്, എന്താ ഇത്? നമ്മളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? സിദ്ധു ഇപ്പോഴും പഴയ ലോകത്താണോ? ഞാൻ വെറുതെ. സിദ്ധു ഇങ്ങ് വന്നേ, ഇവിടെ ഇരുന്നേ. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്താ സംസാരിക്കേണ്ടത്? എന്തെങ്കിലുമൊക്കെ പറയേ. സിദ്ധുവിന് ഇപ്പൊ മനസ്സിൽ തോന്നുന്ന എന്ത് വേണേലും പറഞ്ഞോ. എനിക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല മനസ്സാണ്. എങ്കിൽ സിദ്ധാർത്ഥനൊരു കഥ പറയേ. അതുമല്ലെങ്കിൽ ഒരു കവിത ചൊല്ല്. അല്ലെങ്കിൽ അതൊന്നും വേണ്ട. നമുക്കേ ബാൽക്കണി പോയിരിക്കാം. ഒരക്ഷരം പോലും പരസ്പരം ഉരിയാടാതെ ഒരു രാവ് മുഴുവൻ ആ നിലാവത്ത് അങ്ങനെയിരിക്കാം. എന്നോടൊന്നും പറയാനില്ലേ സിദ്ധാർത്ഥന്? എനിക്ക് നല്ല സുഖമില്ല മനസ്സാ. എന്തുപറ്റി? അത് ഒരു തലവേദന. ഞാൻ ബാം പുരട്ടിത്തരാം. വേണ്ട, ഒന്ന് കണ്ണടച്ചാൽ മതി, കുറഞ്ഞോളൂ. നീ എന്താ പതിവില്ലാതെ ഈ സമയത്ത് ഇവിടെ? ഞാൻ വെറുതെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അങ്ങനെ നീ വെറുതെ കാണാൻ വരില്ലല്ലോ. വെറുതെ വന്നത് തന്നെ. പക്ഷേ ആ കൂട്ടത്തില് നിനക്ക് തരാനുള്ള പണം കൂടെ കൊണ്ടുവന്നു. നിന്റെ കയ്യിൽ എവിടുന്നാ ഇപ്പൊ ഇത്രയും കാശ്? വർക്ക്ഷോപ്പ് തുറന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ. ഇപ്പോ അത്യാവശ്യം പണിയൊക്കെ കിട്ടി തുടങ്ങി. എന്നാലും വേണ്ടടാ, നിനക്ക് വേറെ കടങ്ങളൊക്കെ ഉള്ളതല്ലേ. ആ ബ്ലേഡിന് തന്നെ കൊടുക്കാറുണ്ട് 5-6 ലക്ഷം. എനിക്കുള്ള കടങ്ങളൊന്നും നീ വിചാരിച്ച വീട്ടാൻ കഴിയില്ല. എനിക്കിപ്പോ ഈ പണം കൊണ്ട് അത്യാവശ്യമൊന്നും ഇല്ലടാ. എന്നാലും വെച്ചോ. ഓരോ കടവും ഹൃദയത്തിനൊരു നീറ്റല. അത് ഓരോന്നായി വീട്ടിൽ വരികയാണ് ഞാൻ. എല്ലാം വീട്ടിൽ കഴിഞ്ഞാലും ഒന്നു മാത്രം തീരാതെ അങ്ങ് കിടക്കും. പോട്ടെ. സാറിന് ആക്സിഡന്റ് ആയ പിന്നെ അമ്പിയുടെ കാര്യമാണ് ആ കഷ്ടത്തിലായത്. അവരുടെ വീടിനടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ കൊച്ചിനെ കൊണ്ട് പോലും വീട്ടു ജോലി എടുപ്പിക്കുന്നു എന്നാ പറഞ്ഞു കേൾക്കുന്നത്. മാഡം, മാഡത്തിനോട് അധികം സംസാരിക്കേണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ സാർ. സാർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഇടപെടുന്നതിന് ഒരു പരിമിതിയുണ്ട് സാർ. ഒന്നാമത് ഈ കേസിന് ഒരു പരാതിയില്ല. അമ്പിയെന്നല്ല, അയൽപ്പക്കത്തുള്ളവർ പോലും പരാതി പറയാൻ തയ്യാറല്ല.
അതുപോലൊരു വിഷമാണ് അരവിന്ദാക്ഷൻ. പിന്നെ പിന്നെ നമ്മൾ എങ്ങനെ അവിടെ ഇടിച്ചു കയറും? അഥവാ അംബിക അവിടെ ഇറക്കിക്കൊണ്ട് പോന്നാൽ തന്നെ പിന്നെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും? ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കേണ്ടി വരില്ലേ സാർ? സാറ് പുറത്തിറങ്ങാതെ അംബികയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല സാർ. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ മാത്രമല്ല സാറിനെ അവർക്ക് പേടി. സാറിന്റെ ഒരു നിഴൽ പുറത്ത് കണ്ടാൽ മതി അരവിന്ദാക്ഷനും വേണുഗോപനും ഒക്കെ അടങ്ങാൻ. സാറിന് പുറത്തിറങ്ങാൻ കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കില്ലേ? വരും തമ്പി, അധികം വൈകാതെ. എന്തുവാടാ നീ ഒരുമാതിരി നനഞ്ഞ കോഴിയെ പോലെ? എന്താന്ന് എന്തു വെച്ചാലും പറയടാ. ഒരു കാര്യം അങ്ങോട്ട് ശരിയാവുന്നില്ല അച്ഛാ. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് തന്നെ തിരിച്ചു പോയാലെന്ന് ആലോചിക്കുക. കുറെ നാൾ മുമ്പായിരുന്നെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞേനെ. ഇപ്പൊ അതിലൊരു തെറ്റില്ലെന്ന് എനിക്ക് തോന്നുക. നീ ഇവിടെ ഉള്ളത് എനിക്കൊരു സമാധാനം തന്നെയാ. പക്ഷെ വേണ്ടടാ, കുറച്ചു നാളത്തേക്ക് നീ ഇവിടുന്ന് മാറി നിന്നാൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ പരിഹാരമാകും. ഒന്നുമില്ലെങ്കിൽ ആ വയ്യാവേലികളെങ്കിലും ഇവിടുന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ. അത് തന്നെ അച്ഛാ ഞാനും ആലോചിച്ചത്. ഭർത്താവില്ലാത്ത വീട്ടിൽ അവക്കും കുഞ്ഞിനും റോളൊന്നുമില്ലടാ. പോയി കഴിഞ്ഞ അപ്പോഴേ രണ്ടിനെ അടിച്ച് പുറത്താക്കി ശുദ്ധികലശം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. കുറച്ചുനാൾ സ്റ്റേറ്റ്സിൽ തുടർന്നാൽ എന്റെ കാര്യങ്ങളൊന്ന് സ്റ്റഡിയോ വെച്ചാ. അപ്പൊ പിന്നെ എന്തുകൊണ്ടും അത് തന്നെടാ നല്ലത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മദർ തെരേസ ഇതൊന്നും അറിയരുത്. മദർ തെരേസയോ? ആ, ഈ വീട്ടിലൊരു പുണ്യാർത്ഥി ഉണ്ടല്ലോ നിന്റെ തള്ള, ആ പോത്ത്. അവർക്ക് ചോറിങ്ങും കൂറങ്ങുവാ. എന്ത് കിട്ടിയാലും ആ എണ്ണക്കെട്ടവൾക്ക് ചോർത്തി കൊടുക്കും. ആര് പുറത്തു പോകുന്ന കാര്യം പറയുന്നേ? നിന്റെ കെട്ടിയോൻ ചത്തു. അങ്ങനെ തെക്കോട്ടെടുക്കുന്ന കാര്യമായി ഈ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മാവ് വെട്ടാൻ നീ അങ്ങ് ഏർപ്പാട് ചെയ്യേ. അച്ഛനും മകനും കൂടി എന്തൊക്കെയോ കൂടിയാലോചന നടത്തുന്നെന്നറിയാം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ഇനി ആ സാധു പെണ്ണിനെയും കൊച്ചിനെയും കണ്ണീര് കുടിപ്പിക്കാനാണ് കൂടിയാലോചിക്കുന്നതെങ്കിൽ അത് വേണ്ട, ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ എന്തായി കാണിക്കുന്നേ? അവളുടെ ഒരു അഹമ്മതി കണ്ടില്ലയോ? ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നു. ഇനി അങ്ങനെ ചെയ്താ നിങ്ങൾ രണ്ടുപേരും കൂടി ആ പെണ്ണിനെയും കൊച്ചിനെയും കൊന്നു തിന്നും. ഇവിടെ ഇത് ഞാൻ അമ്മയൊന്ന് പോയേ. സിദ്ധാർത്ഥന് എന്തു പറ്റി? ഒന്നുമില്ല മനസ്സാ. എന്താ ഈ ഗുളിയൊക്കെ? അത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു തലവേദനയുടെ കാര്യം. അത് ഇതുവരെ മാറിയില്ലേ? നാളെ തന്നെ നമുക്കൊരു ഡോക്ടറെ കാണാം. അത്രയ്ക്കൊന്നും കുഴപ്പമില്ല മനസ്സാ. മനസ്സാ, ഞാനൊന്ന് കിടന്നോട്ടെ. എന്താ ഇത്ര ധൃതി? നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. എങ്കിൽ ലൈറ്റ് അടിച്ചേക്കാം. ഒരു കണക്കിന് ഈ ഡിം ലൈറ്റാ നല്ലത്. പ്രണയിക്കാനൊക്കെ ഒരു മൂഡ് തോന്നും. ഒരു തമാശ കേൾക്കണോ? മെർലിൻ ഇന്ന് വിളിച്ചിട്ട് ചോദിക്കാ കഥകളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ. അങ്ങനെ കഥകളൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ അവള് വിശ്വസിക്കുന്നില്ല. അവള് കരുതിയത് എനിക്ക് പറയാനുള്ള മടി കൊണ്ടാണെന്ന. നമ്മളിങ്ങനെ അക്കരെ ഇക്കരെ നിൽക്കുന്ന കാര്യം വല്ലതും അവൾക്കറിയോ? അവളൊരു വല്ലാത്ത സാധന. കല്യാണത്തിന് മുമ്പ് സിദ്ധാർത്ഥൻ ഇവിടെ താമസിച്ച സമയത്ത് തന്നെ
എന്തെങ്കിലുമൊക്കെ നടന്നു കാണുന്ന അവള് പറയുന്നത്. അന്നവൾ എന്നോട് പറഞ്ഞതേ, സിദ്ധാർത്ഥനെ പോലൊരു ചുള്ളം പയ്യനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് നീ വിട്ടുകളഞ്ഞെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലെന്ന്. അതിനാരാ വിട്ടുകളഞ്ഞത്? കൂട് വിട്ട് പറന്നു പോയിട്ടും ഞാൻ പിന്നാലെ വന്ന് പിടിച്ചെടുത്തത് അതുകൊണ്ടല്ലേന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ.